വലിയ പരാതി നമ്മുടെ സമൂഹത്തിലുള്ളത് നല്ല റോൾ മോഡലുകളും നല്ല മെന്റേഴ്സും ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളെ നേർവഴി നടത്തുവാൻ, കുട്ടികൾക്ക് നല്ല കൂട്ടായ്മ കൊടുക്കാൻ, കൂട്ടുകെട്ടുകൾ കൊടുക്കുവാൻ പറ്റുന്ന മെന്റേഴ്സിനെ തേടി നടക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ ഒട്ടുമിക്കവരും. പേരൻസ് ചെയ്യേണ്ട കടമയാണ്, സഭകൾ ചെയ്യേണ്ടുന്ന കടമയാണ്, സൺഡേ സ്കൂൾ അധ്യാപകർ ചെയ്യേണ്ടതാണ്, നല്ല സുഹൃത്തുക്കൾ ചെയ്യേണ്ടതാണ്. പക്ഷെ മെന്റേഴ്സിനെ കാണുവാനില്ല, നല്ല കോച്ചസിനെ കാണുവാനില്ല. അപ്പോൾ ഈ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കൾച്ചറിൽ വളരുന്ന കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണുകളും മറ്റു ഉപകരണങ്ങളും പഴയ തലമുറയ്ക്ക് പരിചയമില്ലാത്തതൊക്കെ ആയിട്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, എങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ ചിന്താഗതികളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? അവരോട് ചേർന്ന് എങ്ങനെ നമുക്കൊരു യാത്ര ചെയ്യുവാൻ കഴിയും? ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പങ്കുവയ്ക്കാം. എങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ജെൻസീസ് മുതൽ പിന്നെ ഇങ്ങോട്ട് വന്ന ഡിജിറ്റൽ നേറ്റീവ്സ് ഒക്കെ വരെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, ഈ ജനറേഷന് വളരെ ദീർഘമായ ഉപദേശങ്ങളും വളരെ പേഴ്സണലായിട്ടുള്ള താക്കീതുകളും ഒന്നും അവർ വെൽക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പഴയ തലമുറകളെ പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അകറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് നാം കാണുന്നുണ്ട്. ഇതാണ് അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ദൈവസഭയ്ക്കുമൊക്കെ ഭയപ്പാടുണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിൽ, അകന്ന ഒരു ലോകത്തിലേക്ക് പോവുകയാണ്. ആ മാറി വരുന്ന ലോകത്തിന്റെ സ്വഭാവങ്ങൾ പലപ്പോഴും അവരെ വളർത്തുന്നവർക്ക് പരിചയമില്ല. അവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ സംഭാഷണ രീതികൾ തന്നെ വളരെ വിചിത്രമാണ്. ഇമോജികൾ ഉപയോഗിച്ച് സംവദിക്കുന്നതായ കുഞ്ഞുങ്ങൾ, അവർക്ക് വളരെ ഷോർട്ടാണ് അവരുടെ അറ്റൻഷൻ സ്പാൻ. പേരൻസുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും ഉപദേശിക്കാൻ ചെല്ലുന്നവരുമായിട്ടും ഒരകലം കാത്ത് സൂക്ഷിച്ചാണ് കുഞ്ഞുങ്ങൾ തങ്ങളുടെ സ്പേസ് സൂക്ഷിക്കുന്നത്. അവർക്കിഷ്ടമുള്ളത് ഓൺലൈൻ എൻഗേജ്മെന്റുകളാണ്, വെർച്വൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ്, മൾട്ടിമീഡിയയുടെ വളരെ വലിയ ഉപയോഗമാണ്. അതിൻ്റെ പല തലങ്ങളും സത്യത്തിൽ അവരെ വളർത്തുന്നവർക്ക്, അവരെ പഠിപ്പിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മെന്റേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ അവർക്ക് ഭയമാണ്. കാരണം അവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവരായി അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ അവരെ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിന് മാറ്റം വരുത്തി നമുക്ക് എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയും? കുട്ടികളുമായുള്ള ഇടപെടലുകളിൽ, സംഭാഷണങ്ങളിൽ പല തലങ്ങളിൽ നാം ഇടപെടാറുണ്ട്. ഒന്ന് ടീച്ചിങ് ആണ്, പഠിപ്പിക്കൽ. അത് പേരൻസ് ചെയ്യാറുണ്ട്, വളരെ ഇൻഫോർമലായിട്ട്. സഭകൾ ചെയ്യാറുണ്ട്. അത് കൂടാതെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട്. പഠിപ്പിക്കൽ പല തലങ്ങളിൽ നിന്നുണ്ടാകാറുണ്ട്. സ്കൂളിലെ അധ്യാപകരുണ്ട്, അങ്ങനെ എല്ലാവരും അതിനകത്ത് ഉൾപ്പെടാറുണ്ട്. മറ്റൊന്ന് അഡ്വൈസിങ് ആണ്. അഡ്വൈസിങ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടുന്നതായ സമയത്ത് പ്രത്യേകമായി അവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില വ്യക്തികളുണ്ട്. അത് പക്ഷേ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനോട് ബന്ധപ്പെട്ട്, ആ സിറ്റുവേഷനിൽ അവർക്ക് എങ്ങനെ ആ പ്രശ്നത്തെ പരിഹരിക്കാം, എങ്ങനെ ശരിയായ തീരുമാനങ്ങൾ നാലു വശവും ചിന്തിച്ചെടുക്കാം എന്നുള്ളതിന് പരിചയസമ്പന്നരായ വ്യക്തികൾ കൊടുക്കുന്ന ഉപദേശം, അതും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. കൗൺസിലിങ്ങിന്റെ പ്രത്യേകതയും ഏകദേശം അതൊക്കെ തന്നെയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഇമോഷണലി, മാനസികമായി അവരെ ഒന്നുകൂടി ശക്തീകരിക്കുക. പല കുഞ്ഞുങ്ങളും വളരെ ദുർബലരാണ് അവരുടെ മനസ്സുകളിൽ. പ്രത്യേകിച്ച് ഇന്ന് പേരൻസ് വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷൻ കുറയുകയും അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സപ്പോർട്ട് സിസ്റ്റം കുറയുകയും ചെയ്യുമ്പോൾ, കുഞ്ഞുങ്ങൾ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഓൺലൈനിൽ നിന്ന് തേടി കണ്ടുപിടിക്കുമ്പോൾ, ശരിയേത് തെറ്റേതെന്ന് ഡിസേൺ ചെയ്യുവാനുള്ള കഴിവ് അവർക്ക് കുറയുമ്പോൾ പല കെണികളിലും ചെന്ന് പെടുകയും ആരും അറിയാതെ അത് ഒളിപ്പിച്ചു വെക്കുവാൻ ശ്രമിക്കുകയും, അങ്ങനെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും പാപ സ്വഭാവങ്ങളും ആസക്തികളും അവരുടെ ജീവിതത്തെ തകർക്കുകയും ലക്ഷ്യം തെറ്റിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ കൗൺസിലിങ്ങിന്റെ ആവശ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ജീവിതത്തിലെ പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ, എല്ലാം കൈവിട്ടുപോയി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കൗൺസിലിങ്ങിലേക്ക് അവരെ എത്തിക്കുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, പല മുറിവുകൾ ഉള്ളവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മൾ ആരും അറിയുന്നില്ല. നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ കടന്നു പോകുന്ന അവസ്ഥകൾ, അവരുടെ മനസ്സിലൂടെയുള്ള പ്രോസസ്സുകളൊന്നും നമ്മളോട് വെളിപ്പെടുത്താറില്ല, നമ്മൾ അറിയാറില്ല. നമ്മുടെ ആൺകുട്ടികൾ കടന്നു പോകുന്ന മാനസിക പ്രതിസന്ധികൾ വളരെ വലുതാണ്. അവർക്കൊക്കെ ഹീലിംഗ് ആവശ്യമുണ്ട്. ഒരു ജോലിയിലേക്ക് കടക്കുന്നതിന് മുൻപ്, ഒരു വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അവരുടെ മനസ്സിന്റെ മുറിവുകൾ ഹീൽ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ പല തലങ്ങളിലുള്ള സംസാരങ്ങളുണ്ട്. മെന്ററിങ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഗൈഡൻസ് ആണ്. അത് ജീവിതത്തോട് ചേർന്ന് ചെയ്യുന്ന ഒരു യാത്രയാണ്.
അതിനെ രണ്ടു കൂട്ടരും എഗ്രി ചെയ്ത് തുടങ്ങുന്ന ഒരു യാത്രയാണ്. അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ വില്ലിങ് അല്ലെങ്കിൽ അത് വിജയകരമായി നടത്തുവാൻ കഴിയുകയില്ല. മെന്ററിങ്ങിലേക്കുള്ള ഒരു ഓപ്പൺനെസ് എനിക്ക് ഉണ്ട് എന്നൊരു കുട്ടി ചിന്തിക്കുകയും അല്ലെങ്കിൽ അതിലേക്ക് നടത്തപ്പെടുകയും പാകതയും പക്വതയും ദൈവഭയവുമുള്ള ഒരു മെന്റർ ആ ലൈഫ് ലോങ് ജേർണിയിൽ കൂടെ നടക്കുവാൻ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മെന്ററിങ് കോണ്ടെക്സ്റ്റ് ഉണ്ടാവുക. നമുക്ക് അതിനെക്കുറിച്ച് അല്പം ചിന്തിക്കാം. അതിന്റെ ലക്ഷ്യം പെട്ടെന്നുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയല്ല, ഒരാളുടെ കൂടെ മറ്റൊരാൾ യാത്ര ചെയ്യുകയാണ്. ആരാണത്? അതാരുമാകാം. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ മെന്റർ വഴി തെറ്റിക്കുന്ന ആളാകരുത്. അത് കൗൺസിലർ ആയാലും അഡ്വൈസർ ആയാലും ശരിയാണ്. പക്ഷെ മെന്റർ എന്ന് പറയുന്നത് ഒരു ലോങ്കർ ജേർണി ആയതിനാൽ, വളരെ ദീർഘമായൊരു യാത്ര ചെയ്യുന്ന ആളായതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം ആ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുവാൻ. മെന്ററിന് സ്പിരിച്വലായിട്ടുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി മറ്റൊരു വ്യക്തിയിൽ ചെയ്തെടുക്കുന്ന ഒരാളാണ് മെന്റർ. ചെയ്തെടുക്കുവാൻ ഒരു ഉപകരണമായി തീരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല എന്നുള്ളത് ഓരോ മെന്ററും തിരിച്ചറിയണം. ദൈവമാണ്, നമ്മൾ മനുഷ്യരാണ്, പരിമിതികളുള്ള മനുഷ്യരാണ്. പക്ഷേ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതശൈലിയില്ലാതെ ഒരു കുഞ്ഞിനെ പോലും മെന്റർ ചെയ്യുവാൻ ആരും തുനിയരുതേ എന്ന് ഞാൻ വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഈ ചെറിയവരിൽ ഒരുത്തന് ഒരിടർച്ച വരുത്തുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ താഴുന്നതത്രേ എന്ന് പറയത്തക്കവണ്ണം ഇളം തലമുറയെ സ്നേഹിക്കുന്ന, അവരിൽ ശ്രദ്ധ വെക്കുന്ന, അവരോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പിൻപറ്റുന്നത്. പഴയ തലമുറയുടെ സ്വഭാവം, കമ്മ്യൂണിക്കേഷൻ ഒത്തിരി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അബ്രഹാമും ഇസഹാക്കും കൂടെ ആ മോറിയ മലയിലേക്ക് പോകുമ്പോൾ അപ്പ എന്ന് വിളിച്ച് ഇസഹാക്ക് അബ്രഹാമിനോട് സംസാരിക്കുന്നതും മകനെ എന്ന് വിളിച്ച് സംസാരിക്കുന്നതും വളരെ ഹൃദ്യമായ ഒരു സംഭാഷണമാണ്. വലിയ പ്രതിസന്ധിയുള്ള ഒരു സംഭാഷണം, സ്നേഹമുള്ള വാക്കുകളിൽ ഒതുക്കി തീർത്ത ഒരു അനുഭവമാണത്. ഹന്ന തൻ്റെ മകൻ ശമൂവേലുമായിട്ട് ഏലിയുടെ അടുക്കലേക്ക് പോകുന്ന ആ യാത്ര ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിലൊന്ന് കാണാറുണ്ട്. എങ്ങനെ ആ കുട്ടി ആ സ്ഥലത്ത് ചെന്ന് എങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെടുവാൻ സാധിച്ചു? ഇമോജികളാൽ നിറഞ്ഞ ഈ ജനറേഷനിൽ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുവാൻ കഴിയും? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് ആയിരിക്കണം. വിശ്വാസയോഗ്യമായൊരു ജീവിതത്തിനുടമയായിരിക്കണം ഓരോ മെന്ററും. മെന്ററിംഗ് എന്ന് പറയുന്നത് ഒരു ജോലിയല്ല, അതൊരു യാത്രയാണ്. കമ്മിറ്റ്മെൻറ്റോടുകൂടിയുള്ള, സമർപ്പണത്തോടുകൂടിയുള്ള ഒരു യാത്രയാണ്. എന്താണ് സ്പിരിച്വൽ മെന്ററിങ്? ഒരു കുഞ്ഞിനെ സത്യദൈവത്തിങ്കിലേക്ക് നയിക്കുക, ചൂണ്ടിക്കാണിക്കുക, ദൈവവുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. ഒരു കുഞ്ഞിനെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ വളർച്ചയിലേക്ക് പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പലരും വളരെ ഡിസ്ട്രാക്റ്റഡായി ശ്രദ്ധ മാറിപ്പോകുന്ന കുഞ്ഞുങ്ങളാണ്. തോമസ് എഡിസൺ ഒരിക്കൽ പറഞ്ഞതുപോലെ, ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ. എവറി ചൈൽഡ് ഈസ് എ ജീനിയസ് എന്നാണ് പറയുന്നത്. എല്ലാ കുഞ്ഞുങ്ങളിലും വളരെ വലിയൊരു പ്രതിഭ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ആ പ്രതിഭയിലേക്ക് വളരണമെങ്കിൽ പ്രചോദനം നൽകുന്ന ജീവിതങ്ങൾ അവരുടെ ചുറ്റുപാടും ഉണ്ടാകണം. എങ്ങനെയെങ്കിലും വളർന്നോളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നല്ല മെന്റേഴ്സ് അവർക്കുണ്ടാകട്ടെ. ഓരോ മെന്ററിംഗ് സെഷനും ഓരോ കോൺവെർസേഷനും ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ നടക്കണം. അനാവശ്യമായ സ്പർശനങ്ങൾ, അനാവശ്യമായ പദപ്രയോഗങ്ങൾ കുഞ്ഞുങ്ങളുടെ, ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും യൗവനക്കാരാണെങ്കിലും അവരിലേക്ക് ചെന്നെത്താതവണ്ണം മെന്റേഴ്സ് വളരെ വളരെ വിശുദ്ധിയോടും ദൈവകൃപയോടും ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. മെന്റി റിലേഷൻഷിപ്പിൽ ഒരു കുഞ്ഞ് കടന്നു പോകുന്ന അവസ്ഥകൾക്ക് പോലും ഒരു മേൽനോട്ടം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള, വളരെ പ്രാർത്ഥനാപൂർവം ചെയ്യുന്ന ഒരു കാര്യമായി അത് തീരേണ്ടത് ആവശ്യമാണ്. ആക്റ്റീവ് ലിസണിങ് മെന്ററിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം പലപ്പോഴും പറയുന്നത് പോലെ കേവലം 7% മാത്രമാണ് നമ്മുടെ സംഭാഷണത്തിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. ബാക്കി 55% നമ്മുടെ ബോഡി ലാംഗ്വേജ്, ടോൺ ഓഫ് വോയിസ് അതൊക്കെയാണ് ഉള്ളത്. 38% നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ മറ്റു വിഷയങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ നന്നായിട്ട് മനസ്സിലാക്കി ലിസൺ ചെയ്യുക. അതുപോലെ തന്നെ മെന്ററിങ് സെഷനുകൾ റെഗുലറായിട്ട് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽസിനിടയ്ക്ക് നടത്തുവാൻ രണ്ടു കൂട്ടരും ഉത്സാഹിക്കുകയും അതേ സമയത്ത് ഓരോ കുട്ടിക്കും അവരുടെ വ്യക്തിത്വങ്ങളും ആവശ്യബോധങ്ങളും ഉണ്ടെന്നറിഞ്ഞ് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. മാതാപിതാക്കളാണെങ്കിലും
ദൈവസഭകളാണെങ്കിലും കുട്ടികളെ കണ്ണുമടച്ച് ആരുടെയും കയ്യിൽ ഏൽപ്പിക്കരുത്. അങ്ങനെയുള്ള ഒരു കാലത്തിലല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിടത്തും സുരക്ഷിതരല്ലാത്ത ഒരു കാലത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഒരിടത്തും എന്ന് വെച്ചാൽ ഒരിടത്തും. ഇതൊക്കെ നല്ല കാര്യങ്ങളാകുമ്പോൾ തന്നെ ഒരുപാട് ശ്രദ്ധയും ഒരുപാട് ഫോക്കസും ഇതിനാവശ്യമുണ്ട്. കാരണം ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് കൈയൊഴിഞ്ഞു പോകാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഇതിനെ ദുർവിനിയോഗം ചെയ്യരുത്. അന്യോന്യം ബൗണ്ടറീസ്, നമ്മുടെ ജീവിതത്തിന്റെ ടൈം, മറ്റു ബൗണ്ടറീസ് നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ആരോഗ്യപരമായ അകലം ഒരു നല്ല മെന്ററിങ്ങിന് വളരെ ആവശ്യമാണ്. റെസ്പോൺസിബിലിറ്റിയും കെയറും ഒന്നിച്ചു കൊണ്ടുപോകുവാനുള്ള മഹത്തരമായ ഒരു ബാലൻസ് ഉണ്ട്. എല്ലാ സംഭാഷണ രീതികളും ഒരുപോലെ ആക്കി തീർക്കാതെ വളരെ ക്രിയേറ്റീവായിട്ട്, സർഗാത്മകമായിട്ട് കുട്ടികളോട് ഇടപെടാൻ കഴിഞ്ഞെങ്കിലേ കുട്ടികൾ ഏത് മെന്ററിങ്ങിലും, ഏത് കോച്ചിങ്ങിലും, ഏത് ട്രെയിനിങ്ങിലും ഇടപെടുകയുള്ളൂ. കുട്ടികൾ വളരെ ക്രിയേറ്റീവാണ്. ക്രിയേറ്റീവായിട്ടുള്ള ഉള്ള ലോകത്തിൻ്റെ എല്ലാ പോസിബിലിറ്റീസും, സാധ്യതകളും ആരാഞ്ഞ് തങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ക്രിയേറ്റിവിറ്റി അബ്സോർബ് ചെയ്തെടുക്കുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു സംഭാഷണത്തിന് അവരെ പിടിച്ചിരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ ക്രിയേറ്റിവിറ്റി നമ്മിലേക്കും കൂടെ വന്നേ പറ്റൂ. ഓരോ സംഭാഷണങ്ങളും വളരെ വെറൈറ്റി ആയിട്ട് ഫോം ചെയ്യുക, സ്റ്റോറീസ് പറയുക, സ്റ്റോറീസ് പറയാൻ അവസരം കൊടുക്കുക, ചോദ്യങ്ങൾ ചോദിക്കുവാൻ അവസരം കൊടുക്കുക. നല്ല കോൺവെർസേഷൻ എന്ന് പറയുന്നതല്ല, അതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും മെന്ററിങ് അമിതമായി പോകരുത്. എപ്പോഴും മെന്ററിങ് ദൈവത്തിങ്കിലേക്കും ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്കും അവരെ നയിക്കുവാൻ വേണ്ടിയുള്ള ഒരു പാതയായി നമുക്ക് ഉപയോഗിക്കാം. വരുന്ന തലമുറകളെക്കുറിച്ചുള്ള വലിയ ദർശനം നമുക്ക് കാത്തു സൂക്ഷിക്കാം. അവരുമായിട്ട് ബന്ധങ്ങൾ ഉളവാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ പല ബയാസസും, നമ്മുടെ പല മുൻവിധികളും മാറ്റിവെച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സ്വത്താണെന്ന് ചിന്തിച്ച് അവരെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നറിഞ്ഞ് നമുക്ക് മുന്നേറാം. അവസാനമായിട്ട്, ഏറ്റവും പ്രധാനമായിട്ട്, നമ്മളല്ല അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, അവരനുഭവിക്കേണ്ടത്, അവരോട് കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന ആ മഹത്തായ കൗൺസിലറാണ്. നമ്മളെക്കാളൊക്കെ എത്രയോ ശക്തനും എത്രയോ മഹാനുമായ ആ കൗൺസിലർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദ വൺ ഹൂ ഈസ് ഓൾവേസ് ബിസൈഡ്, ദ വൺ ഹൂ ഈസ് ഓൾവേസ് അക്കംപനിയിങ്, ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗത്തിലും ആ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയിലും ഒരു വ്യക്തി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവർ ആസക്തികളിൽ പെട്ടുപോകാതിരിക്കാനുള്ള ഉൾക്കരുത്ത് അവർക്കുണ്ടാകും. അവർക്ക് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുമുള്ള വിസ്ഡം ഉണ്ടാകും. അവർക്ക് കൈക്കരുത്തോടുകൂടി, മനക്കരുത്തോടുകൂടി മുൻപോട്ട് പോകുവാനുള്ള ധൈര്യം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു തലമുറയെയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.